ഹായ് ഫ്രണ്ട്സ്, ഒരു JBL ആമ്പും എല്ലാം പോയ ഒരു ഹോം തിയേറ്റർ, ഒരു സബ്വൂഫർ, അത് ആക്റ്റീവ് സബ്വൂഫറാണ്. ഇതിനെ നമ്മൾ പാസീവ് സബ്വൂഫർ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആക്റ്റീവ് സബ്വൂഫറാണ്. ഇതിൻ്റെ സ്ക്രൂ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. JBL സ്പീക്കർ ഇത് നോക്കിയേ, JBL. സ്പീക്കർ മാറിക്കും. ഇത് മാത്രം മറിക്കുകയല്ല, നോക്കാൻ എന്നാ പറ്റും. നല്ല കേക്കുള്ള വേണം. എന്നാലും ഇപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ? അതാണ് നല്ല സാധനമാണ്, എന്നും നല്ലതായിരിക്കും. അതിൻ്റെ ഏറ്റവും ക്ലാവായിരിക്കും അല്ലേ? ഇതിന് പണി കിട്ടിയത് ഹെർമന്റെ സിസ്റ്റം, അത് ഒരു ഹാർമോണിക് പെട്ടിയുടെ സൈസ് ഉണ്ട്, ഒത്തിരി കണക്ഷൻ ഉണ്ട്, അത് കേടായത്. അന്നേരം അഴിച്ചു വെച്ചു. അതിനെത്ര? അത് ഭയങ്കര വിലയല്ലേ? ഭയങ്കര വില. അന്നത്തെ കാലത്ത് ഞാനെല്ലാം കണ്ടിച്ചിടുവാണ് സർവീസ് സെൻ്റർ ഇടുന്ന പോലെ. അല്ലേ പിള്ളോടാ പറഞ്ഞത്, ഇനി അടിക്കേണ്ട പിള്ളല്ലേ. സർവീസ് സെൻ്ററിൽ പിന്നെ ഇങ്ങനെ കണ്ടിച്ച് ഞങ്ങൾ ഇടുക. തൂത്തുവാറുണ്ടതല്ല. നിങ്ങൾ പോയി കഴിയുമ്പോൾ എന്നോട് വഴക്കുമല്ലോ, ഇതൊക്കെ ഇങ്ങനെയാണോ ഇടുന്നത്. അതായത് നമ്മൾ 8 ohms ആകുമ്പോൾ പാരൽ ചെയ്യുമ്പോൾ 4 ohms ആവും. 4 ohms ആണ് സീരിയൽ ചെയ്യുമ്പോൾ 8 ohms ആവും. നമുക്ക് 3 to 8 ohms ആണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് 4 ohmസിൽ ഇത് വർക്ക് ചെയ്യും, മാക്സിമം പെർഫോമൻസ് കിട്ടും. അത് പാസീവ് ആക്കി തരാം. ഒന്നും മനസ്സ് വരികയില്ല. അതിൻ്റെ സപ്ലൈ നമ്മൾ കൊടുക്കണ്ട, അതിനകത്ത് ഒരു വയർ ഞാൻ ത്രൂ വലിച്ചിട്ട് തരാം. അത് നമുക്ക് ഔട്ട്പുട്ട് വേറെ സ്പീക്കർ കൊടുക്കാൻ. അത് ഇതിന്റെ റൂട്ടിൽ ഇതിൽ പോയിട്ട് അങ്ങനെ വരത്തില്ല. ഇതില് വര ഇതാ വര. അത് കയറുന്നില്ല.
കുറവിലങ്ങാനാണോ വീട്? ആലോലപ്പുറം അല്ലേ? ഓക്കെ. ഫോൺ ഹോൾഡർ ആയിരുന്നു. എനിക്ക് പിടികിട്ടി. ഞാൻ ഏ ആ ഇനി അതും കൂടെ എടുത്തിടാം, ഞാൻ വീഡിയോ ഇടാം. ഞങ്ങളൊരു സാധനം തരുന്നുണ്ട്. എന്തിന്? അതെ, ഞങ്ങൾ ഇതിനോട് തന്നാ നിങ്ങൾക്ക്. ഞാൻ അതിന്റെ അടിയിലൊക്കെ വെച്ച് നോക്കി. ഇതിന് സ്റ്റാൻഡായിട്ട് വരും തന്നതാണ്. ഞങ്ങളൊരു ഗിഫ്റ്റ് തന്നതാ. ഒരു വെട്ടം അടിച്ചു തരാം. ഇവിടെ ആ തുളയ്ക്കകത്ത് കറക്റ്റ് കയറണം. No Cooking November is here. Get minimum 150 off all month on Zomato. Sound system activated. Welcome to JBL Ace X. സെൻറ്റർ വേണ്ട, മാറുന്ന കൊടുക്കും. അപ്പോൾ ബാലൻസിങ് മാത്രം. എല്ലാവരും അലത്ത് പോലെ മാസൂടെ ഉണ്ടെങ്കിൽ എന്തേരം മാറിയാതിരിക്കുന്നത്, എന്തേരം മാറിയായിരിക്കുന്നത്, എന്തേരം മാറിയായിരിക്കുന്നത്. ആ ഇതും അതുമായിട്ട് എന്തേരം ദൂരം വേണം. ഒരു 5 മീറ്റർ മതിയോ? എത്ര മീറ്ററാണ്? ആ അതല്ല, ഈ സബ്വൂഫറും ആംപ്ലിഫയറും തമ്മിൽ 2-3 മീറ്റർ ഉണ്ടാക്കാം. നല്ല ഹനോ. ഹായ് ഫ്രണ്ട്സ്, ഒരു JBL ആമ്പും എല്ലാം പോയ ഒരു ഹോം തിയേറ്റർ, ഒരു സബ്വൂഫർ, അത് ആക്റ്റീവ് സബ്വൂഫറാണ്. ഇതിനെ നമ്മൾ പാസീവ് സബ്വൂഫർ ആക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ആക്റ്റീവ് സബ്വൂഫറാണ്. ഇതിൻ്റെ സ്ക്രൂ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആ അതുകൊണ്ട് കാര്യമില്ല, ഇനിയും സ്ക്രൂ കഴിക്കാനുണ്ട്. ഇവിടെ അഴിക്കണമെന്ന് തോന്നുന്നു, തോന്നിട്ടില്ല. 1 2 3 4. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതെല്ലാം കംപ്ലൈൻ്റ് ആയതാണ്. പിന്നെ നമ്മുടെ AS21 കൊടുക്കാനാണ് നോക്കുന്നത്. പിന്നെ ഒന്ന് അഴിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്നാണേലും അഴിഞ്ഞിട്ടില്ല. ഇനി സ്ക്രൂകൾ കാണുന്നുണ്ട്, അതെല്ലാം അഴിക്കണമായിരിക്കും. പക്ഷേ അതൊന്നും അഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തുറന്നു പോരേണ്ടതാണ്. സബ്വൂഫർ, ഇത് ആക്റ്റീവ് സബ്വൂഫറാണ്. ഇത് നമ്മൾ പാസീവ് സബ്വൂഫർ ആക്കാൻ പോവാണ്. ആക്റ്റീവ് സബ്വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കൊടുത്തിട്ട് ഇതിനകത്തുള്ള
പവറിനെ എടുക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഒത്തിരി വർഷം പഴയതായതുകൊണ്ട് ഇതിൻ്റെ ഈ പശയെല്ലാം ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുവാണ്. കുഴപ്പമില്ല, ഊഫർ എന്നാലും പൊക്കുന്നില്ല എന്ന് വെച്ചു പശയിട്ടിരിക്കുക. അതൊന്നും ഇവിടെ വെക്കണ്ട, ഇച്ചിരി അകത്തി വെച്ചാൽ മതി. ആ, അത് കോപ്പി ചെയ്യും. ഞാൻ സാറിനെ വിളിച്ചത് ഇവരിത് പശയിട്ടാണ് വിട്ടിരിക്കുന്നത്, തുറക്കയില്ലാത്ത പോലെ. അപ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി എടുക്കണം. അപ്പോൾ സാറിൻ്റെ സാന്നിധ്യത്തിലാണ് പിന്നെ കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ വിളിച്ചത്, ഡാമേജ് വരാതെ. സ്ക്രൂവെല്ലാം എടുത്ത് വന്നിട്ടും പോരുന്നില്ല. സാധാരണ ഗതിയിൽ പിന്നെ ഇത്രയും പഴക്കവും കൂടെ ആയില്ലേ, ഇങ്ങനെ വലിച്ചാൽ പൊങ്ങി വരേണ്ടതാണ്. ഇത്രയും സ്ക്രൂ ഉള്ളൂ. ഇത് ബോളയിലോട്ടുള്ള സ്ക്രൂ ആണ്. അത് ഞാൻ ചെറിയ ഇതിൽ പൊങ്ങുന്നില്ല, നല്ല അനങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളത് കുടുംബം പോലെ പാടും വന്നാലോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ പേടിച്ചത്. മൊത്തം ഒരു പശയിട്ട് ഇച്ചിരി അനങ്ങുന്നുണ്ട്. പോന്നു, അതും ഓണർ തന്നെ വരണ്ടി വന്നു. ഇതിനകത്ത് നമുക്കൊരു വയർ മാത്രം എടുക്കാം. സ്പീക്കർ ഊഫറിലോട്ട്. ഊഫർ പിന്നെ പഴക്കമായതുകൊണ്ട് ഈ സ്പോഞ്ചൊക്കെ ഒരു ഇച്ചിരി പോയിട്ടില്ല. എന്നാലും കുറേ അടിക്കുമ്പോൾ ഇനി അറിയത്തില്ല. അഥവാ ഇനി സ്പോഞ്ച് പോയാലും നമുക്ക് മാറായത്. ഇത് സ്പോഞ്ച് ടൈപ്പ് ആയതുകൊണ്ടേ നല്ല ഇടിക്കും ഇതേ. അപ്പോൾ നമുക്ക് ഇതിലൊരെണ്ണത്തിലോട്ട് വേണേൽ കൊടുക്കാം. ഈ ഒരു ഒന്നെങ്കിൽ ഇതും കൂടെ കൊടുക്കാം അല്ലേ. അത് റൈറ്റ് ലെഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. ഇവര് നമുക്ക് ആ സെന്ററോട് കൊടുക്കാൻ പറ്റും. ഇത് സെന്റർ കൊടുക്കാതിരിക്കുമ്പോൾ സറൗണ്ടിങ്ങിന്റെ വോക്കൽ
ഇല്ല അത് വരികയല്ല, ഇത് 2.1 അല്ലേ, മറ്റേതിൻ്റെ കൺസെപ്റ്റ് അല്ലല്ലോ, മറ്റേ പ്രോലോജിക് ആയതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. ഇതിപ്പം നമ്മളൊരു ചെറിയൊരു ഇൻപുട്ട് കൊടുത്താൽ ഇത് ആംബ് ചെയ്ത് ഇതിനകത്ത് പാടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറും അതിൻ്റെ പവർ സപ്ലൈ ആംപ്ലിഫയറും ആയത്. നമുക്ക് ഓൾറെഡി ആംപ്ലിഫയർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഇത് വേണ്ട. പിന്നെ ഔട്ട്പുട്ട് എടുത്ത് ഏതെങ്കിലും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതേ വരാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സാധനം. പോസിറ്റീവ് നെഗറ്റീവ് ഓക്കെ, രണ്ട് ഒന്നിച്ച് കൊടുത്തിരിച്ചു. രണ്ട് പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും തന്നെ എടുക്കാൻ പറ്റുന്ന സാധനം.
ഇത് ഇത് കണ്ടോ ഇത് നമ്മൾ ആ ഊഫർ മാത്രം എടുത്ത് നമ്മൾ ഇതിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആക്റ്റീവ് സബ് ഊഫർ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആക്റ്റീവിൻ്റെ സപ്ലൈ നമ്മൾ യൂസ് ചെയ്യേണ്ട, നമുക്ക് ആ ഊഫർ മാത്രം പുറത്തേക്ക് പാസീവായിട്ട് എടുത്തോണ്ടാൽ മതി. ആക്റ്റീവ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ആംപ്ലിഫയറും ഒരു ട്രാൻസ്ഫോമറും അകത്ത് കാണും. അപ്പോൾ നമ്മൾ ഒരു ലൈനിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പാട്ട് പാടുന്ന സൈസ് ഊഫറാണിത്. കാരണം ഇതിനകത്ത് ഓൾറെഡി ആംപ്ലിഫയർ ഉണ്ട്. അപ്പോൾ ആ ആംപ്ലിഫയർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ. സ്റ്റാൻഡ് പോയിരിക്കുക. ഈ ആൾക്കാർ ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഈ വീഡിയോ എടുത്ത് കണ്ടോളാൻ പറഞ്ഞാൽ മതില്ല, അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സോൾഡറിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായി. ഇന്നിപ്പോൾ എല്ലാവർക്കും സോൾഡറിങ് ഒക്കെ അറിയാം. അതാണ് എൻ്റെ കുഴപ്പം. ടവർ സ്പീക്കർ അത് ഞാൻ മേടിച്ചതിന്റെ അന്ന് വൈകുന്നേരം ടവറ് മൈക്ക് മറ്റേ കോഡ് വെച്ചുള്ള ഓ അന്നോട്ട് താഴെ ഇരിക്കുന്ന പാർട്ടി സ്പീക്കർ സാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? അത് അവന്മാർ സോണിക്കാരെന്നാ പറഞ്ഞു? സോണിക്കാരുടെ അടുത്ത് വാറണ്ടി കിട്ടത്തില്ലല്ലോ. വാറണ്ടി ഇല്ല. മേൽഭാഗം ഇങ്ങനെ ക്രാക്ക്. പിന്നെ ഞാൻ എൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഇത് കണ്ടു. ഇത് ഓരോ പാർട്ടി സ്പീക്കറിൻ്റെ ഫുൾ ബോർഡാണ്. 2-3 എൻ്റെ ഇരിപ്പുണ്ട്. ഏതെങ്കിലും നമുക്ക് അതല്ലേ ആ ലൂമിനൻസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. ഡിസ്ട്രിബ്യൂഷൻ കടക്കാർക്ക് കൊണ്ടേ കൊടുക്കുക. 45 ലക്ഷം രൂപ. അവസാനം മിച്ചമൊന്നുമില്ല. ഇത് തന്നെ ഇവിടുത്തെ കുഴപ്പം. ഞാൻ എനിക്ക് പണ്ട് വളരെ ആവേശം ഉണ്ടായിരുന്ന ഒരാളാണ് ബിസിനസ്സിൽ. ആവേശം അറിയാലോ, എന്തും പുതിയത് വരുന്നതിൻ്റെ ആവേശത്തിന് പോവുക. എനിക്കിപ്പോൾ ആവേശമൊക്കെ പോയി. കാരണം അനുഭവമാണ് ഗുരു. ആവേശം എടുത്ത് ചാടാന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു തൊഴിൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങ് നിന്നു. അങ്ങനെയാ. പിന്നെ ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. പിന്നെ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പോകുന്നത് പോട്ടെ. ഇപ്പം നമ്മളങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഹോട്ടൽ എവിടെയാ തുടങ്ങിയേ? അതെയോ? എന്നാ എൻ്റെ പേര്? ഓ ശരി. അടിപൊളിയായിട്ടൊക്കെ ചെയ്തതാ. ഈ എന്താ ശരിക്കും അന്ന് സെയിൽ കിട്ടിയില്ല. ഒന്നും മിച്ചമില്ല. ഇതിന്റെ ചെലവ് കാരണം. എന്നാ ചെയ്യുന്ന നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നിന്നെല്ലാം കണ്ടൊക്കെ പഠിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവന്മാർ ഉടായിപ്പ് കണ്ണി നോക്കിക്കൊണ്ടു. നമ്മുടെ ഒരു പരിചയക്കാരൻ്റെ മീൻ മേടിക്കില്ല. ഞാൻ പോയി എല്ലാം സംസാരിച്ച് മാനേജരെ കൊണ്ട് കാണിച്ചു. ഇന്നോടത്തൊന്ന് മേടിച്ചോളാം. രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ അയക്കാണ്. അത് ഞാൻ നിനക്ക് വില കുറച്ച് തരണം, അത് ഇവര് കമ്മീഷൻ കൊടുക്കും. ചോദിക്കും. നമ്മളെ ആളായോണ്ടല്ലേ പറഞ്ഞേ, അല്ലാത്തവൻ കൊടുത്തിട്ട് പോവല്ലേ.
അതെങ്കിലും കിട്ടിയത് അതൊന്നുണ്ട് സാറേ. 55 ഇഞ്ച് സാംസങ് പാനൽ മാറുന്നതിന് 20,000 രൂപയ്ക്കും 25,000 രൂപയ്ക്കും ഇടയ്ക്ക് ആവും. അത് മാറി സാംസങ്ങിൻ്റെ പാനൽ മാറി ഞാൻ എത്ര മാറി കൊടുക്കും. ഞാൻ പാൽ മാറുകയാണെങ്കിൽ അഞ്ചൂടെ പൈസ ഇട്ട് ഇപ്പം 55 ഇഞ്ചിലെങ്കിലും 42 കിട്ടുമല്ലോ. അതെ അതെ. വിചാരമുള്ളവർ പൊട്ടിത്തെറിക്കുന്നത്, അതാണ് അവർക്ക് മറ്റവർക്ക് വിശ്വാസം ഇല്ലാതെ. ഇന്നലെ മറ്റേ ഈ പുള്ളി പൊട്ടിത്തെറിച്ച് കണ്ടിട്ടാ. പൈസയോടെ എടുക്കുമ്പോഴാണ് എല്ലാവരും തനിക്കോണം പുറത്ത് വരും. അപ്പം നമ്മളിവനെ JBL നമ്മൾ പാസീവാക്കി. ഇപ്പം കളിച്ചു പിടിച്ച് ഏതാണ് കൊടുത്തതെന്നൊരു സംശയം. മറ്റേതിനകത്തില്ല ചെയ്തിട്ടുണ്ട്, അതാണ് എടുത്തിട്ടുണ്ട്. ഏതാ മേളിൽ ഇരുന്ന ഫോണിൽ അത് എടുത്ത് കൊണ്ടു. ഒരു ഫോണേ ഉള്ളൂ ഞങ്ങൾക്ക്. V21D കുറേ പഴയതാ. ഇത് ഇറങ്ങിയ സമയത്ത് ആ മേളത്തേത്തിലാണോ താഴത്തേത്തിലാണോ കൊടുത്തതെന്ന് ഇപ്പോൾ ഒരു സംശയം. കൊടുത്ത് നോക്കാം. അത് ഈ ഏറ്റവും ടോപ്പിലെ താഴത്തേത്തിലാണ് കൊടുത്തത്. അതായിരുന്നു എളുപ്പം അല്ലേ. ബാറ്ററി വെച്ച് ചെക്ക് ചെയ്തല്ലേ, ആ അതേറ്റവും താഴത്തേക്ക്. അതെയോ? പക്ഷെ അത് അടുത്താണല്ലോ ഇരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ്, എക്സ്ട്രീം ലെഫ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, ഇത് തന്നെയാണ്. ഒരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് തൊടിയിച്ച് ഇതിൻ്റെ അറ്റത്തൊരു ബാറ്ററി തൊടിയിച്ച് എനിക്ക് അല്ല, ഈ ലൂമിനൻസൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ടെക്നീഷ്യൻ ആവും. ഒന്ന് മുടിച്ച് നോക്കി. അല്ല മുട്ടിച്ചു ഇല്ല. അപ്പം സാറാണല്ലോ ഓർമ്മക്കാരൻ. ഇതൊന്ന് മുട്ടിച്ച്. ഓക്കെ, അത് തന്നെ സാറിനാ ഓർമ്മ. ഞാൻ ചെരിഞ്ഞ് കിടന്ന് ചെയ്തതുകൊണ്ട് എനിക്കിപ്പോൾ ഏതാന്ന് ഇവിടെ ഇവന് എന്നാ പൂട്ടൊക്കെ ചെയ്യുന്ന ഓർത്ത് സാറ് നോക്കിക്കൊണ്ട് സാറിന് ഓർമ്മ വന്നു. നമ്മളങ്ങനെ ചിന്തിച്ചല്ലോ. ഇവർക്ക് അവിടെ ഹോട്ടലുണ്ട്, അതൊക്കെ ചേച്ചി പറഞ്ഞു കാണും അല്ലേ. നമ്മളെ ഹോട്ടലിൽ ഇന്ന് വരെ കയറിയിട്ടില്ല ചേച്ചി. നമുക്ക് മനസ്സിലായിട്ടില്ല ഏതാന്ന്. എനിക്ക് ഏത് ഹോട്ടലാണ്. ഇപ്പോൾ വേറൊരെണ്ണം ഉണ്ട്, ഇടനേരം എന്ന് പറഞ്ഞൊരെണ്ണം അവിടെ കടുത്തിരുത്തി. ഇവർ തലയോലപ്പറമ്പിലാണ്. മറ്റേ ഇന്ത്യൻ കോപ്പിയോസ് നേരത്തെ കടുത്തുരുത്തിയിലുണ്ടായിരുന്ന ഫ്രൈസ് ആൻഡ് ഗ്രിൽസോ അവരെയൊക്കെ ചേർന്നു. പൊറോട്ടക്കാരൻ വന്നില്ലേ, പൊറോട്ട വന്നില്ലെന്നായി പോവും. കറി വെക്കുന്നവൻ വന്നില്ല. അല്ല, നമുക്ക് പൊറോട്ട അടിക്കാൻ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനെ നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനെ കണ്ടിട്ട് ഞാൻ അവനെ ജോലിക്ക് എടുത്തേക്കാം, ഞങ്ങൾ അടുത്ത് ഒരാളെയും കൂടെ ഒന്ന് സഹായത്തിനെ ഇതൊന്ന് ചുമക്കാനൊക്കെ. അവൻ ആദ്യമേ വന്നപ്പോഴേ അവൻ നിന്ന കടയുടെ കുറ്റമാണ് അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അവിടുത്തെ ഓണറുടെ കുറ്റവും. നിങ്ങൾ നേരത്തെ ജോലി ചെയ്തെടുത്ത് അവൻ അത്ര നാൾ അവിടെ ജോലി ചെയ്തതല്ലേ. ഇവനതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് അവിടെ പറ്റിയില്ല, ഞാനിഞ്ഞ് പോകുന്നെന്ന് മാത്രം പറഞ്ഞാൽ പോരെ.
അപ്പോൾ അവനെ ഇവിടെ ഞാൻ എടുത്തവൻ നാളെ അവൻ എൻ്റെ കുറ്റമല്ല ആദ്യം പറയാൻ പോകുന്നത്. കുറ്റം പറഞ്ഞ് നടക്കുന്നവനൊക്കെ എന്തും കുറ്റം പറയുള്ളൂ, എത്ര ചെയ്ത് കൊടുത്താലും. അതുകൊണ്ട് ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ അവനെ എടുക്കാൻ, ഒറ്റ കാര്യം കൊണ്ട്. അപ്പം തന്നെ അവൻ്റെ ക്യാരക്ടർ അവിടെ വന്നു കഴിഞ്ഞു. Bluetooth mode. ബേസ് അറിയണം, നിലത്തോട്ട് നോക്കണം. പറയാതെ അറിയാതെ പാട്ട്, അതുപോലത്തെ പാട്ടൊന്നും പറയില്ല. ഇതൊക്കെ Subkit test. ആംപ്ലിഫയർ ആയത് Checking subkit response. ഇതിനകത്തുണ്ടായിരുന്ന ആംപ്ലിഫയർ നമ്മൾ പിടിച്ചത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത്ര നാൾ ഉപയോഗിക്കാതിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് Gearcase. ഇപ്പൊ നിലവിൽ ഒരു കുഴപ്പമില്ല. Testing speakers. Left side only. Now, right side only. Both channels active. Stereo check complete. Bass sweep incoming. From low to high. Extreme pressure across the range. ഇതിൻ്റെ ഒരു സാധനം എന്താണ്, ഒരു നട്ടം. ഹിന്ദിപ്പാട്ടാണോ? ഹിന്ദിപ്പാട്ടാണോ? മലയാളത്തിലെ ഈയിടെ ഇറങ്ങിയ അതെയോ? നോഹ ലോക ലോകായ്ക്കകത്ത പാട്ടാ. നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. ഹിന്ദിപ്പാട്ട് പോലെ ഉണ്ട്. ഹിന്ദിക്കാരിയായിട്ടാണ് പാടിപ്പിക്കുന്നത്. പഞ്ചാബിയാണോ പാടിയത്? ആ പാട്ട് നമ്മളെ ജോസ്ന ഒരു പാട്ട് പാടി തുറക്കുന്നത്, മറ്റേ ലൂസിഫറിൽ. ജോസ്ന എന്ന് ആരെങ്കിലും പറയൂ എന്നാ പാട്ടായിരുന്നത്? ഹിന്ദി പാട്ടല്ലേ പാടിയോള്? ഇതിന് plug-in ഉം വേണ്ട. Plug-in ഒന്നും വേണ്ട. ശരിക്കും amplifier-ന് വേണ്ടിയാ. ആ അതിനകത്ത് വലിയൊരു ഒരു 500 വാട്ട്സിൻ്റെ ഒരു ട്രാൻസ്ഫോമർ. അപ്പം തന്നെ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 1/2 യൂണിറ്റ് കറണ്ട് ആവും. പിന്നെ 2 വലിയ ട്രാൻസിസ്റ്റർ. ആ ഒരു ആംപ്ലിഫയർ, ആ സ്പീക്കർ ഒന്ന് അനക്കാൻ വേണ്ടിയിട്ട് അതിന് മാത്രം വലിയ ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ടെക്നോളജിയുടെ കാലം കഴിഞ്ഞ്, AB ആംപ്ലിഫയറിൻ്റെ എല്ലാം കാലം കഴിഞ്ഞ് ഇപ്പോൾ D ക്ലാസ് ആംപ്ലിഫയറിൻ്റെ കാലമാണ്. ഇത് സോണി സ്വന്തമായിട്ട് വെച്ചിരുന്ന ടെക്നോളജിയാണ്. ഇതിപ്പോൾ പേറ്റൻറ്റ് കഴിഞ്ഞു. പേറ്റൻറ്റിനൊരു കാലാവധി ഉണ്ട് 20 വർഷങ്ങളാണ്.
ആ പേറ്റൻറ്റ് കഴിഞ്ഞുകൊണ്ട് ഇത് പുറത്ത് വന്നു. ഇതിന് ഇത്രേ ഉള്ളൂ, മേക്കിംഗ് ചാർജ് ഇതിന് കുറവാണ്, പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്ക് ആ 50,000 രൂപ 1,00,000 രൂപയൊക്കെ കൊടുത്ത് ഹാർമൺ ഗാർഡും മറ്റേ JBL ഒക്കെ മേടിച്ച് സാറിന് എത്രയോ പൈസ വെറുതെ പോയി. ആ പൈസ തിരിച്ചു പോലും കിട്ടിയില്ല. ഇതിൻ്റെയൊക്കെ ബോർഡൊക്കെ പോയി കഴിഞ്ഞ് ഇവരൊന്നും ആഫ്റ്റർ സർവീസ് പോലും തരുന്നില്ല. എല്ലാ കമ്പനികളും അങ്ങനെയാണ്. നമ്മൾ ആ മേടിച്ച നമ്മുടെ പൈസയ്ക്ക് അവരൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഞാൻ കുറ്റമായിട്ട് പറയുമല്ല, അവർക്ക് അത്രേ പറ്റുള്ളായിരിക്കും. അപ്പം നമ്മൾ വിവേകത്തോട് പെരുമാറുക, അത്രേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞു മനസ്സിലായി. ഇതിപ്പോൾ എന്നാണെങ്കിലും സാറിന് ഹാർമൺ ഗാർഡൊക്കെ കേട്ടാൽ അതേ സുഖം ഈ സാധനത്തിന് സാറിന് കിട്ടിയില്ല. കാരണം ഇത്രയും ചെറിയ വിലക്കാണ് സാറിന് ഇത്രയും സൗണ്ട് കിട്ടുന്നത്. ഒരു സ്പീക്കർ വെച്ചിട്ടില്ല, പറഞ്ഞു മനസ്സിലായില്ല. അത്രയും നല്ല ക്വാളിറ്റിയിൽ ഇത് കിട്ടും. അതാണ് ഞാനിത് സെൻറ്ററോടെ കൊടുക്കുമ്പോൾ ഒരു ഓംസ് മാറ്റം വരും. അപ്പോൾ ഒരു ചെതറിപ്പോകുന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നും വരികയില്ല. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൊടുത്തു നോക്കാം. അതും 8 ഓംസ് അല്ലേ. 8 ഓംസ് ഇതിപ്പോൾ നമ്മൾ പാരൽ ചെയ്തപ്പോൾ 3 ഓംസായി. അപ്പോൾ അതും കൂടെ പാരൽ ചെയ്യുമ്പോഴത്തേക്കും എത്ര ഓംസ് വരുന്നു അതും കൂടി എടുത്തു നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെ, സാറിന് അതിലേലും പാട്ട് കേൾക്കണമെന്നൊരാഗ്രഹം. നമുക്ക് നോക്കാം. അത് കൂട്ട് ഒരെണ്ണവും കൂടെ ഉണ്ട്, നല്ലതായിരുന്നു, നമുക്ക് ചെയ്യാമായിരുന്നു. മനസ്സിലായില്ലേ? ഇതിപ്പോൾ നമുക്ക് 2 എണ്ണം പാരൽ ചെയ്യുമ്പോൾ എത്ര ഓംസ് കാണിക്കുന്നു ആദ്യം നോക്കാം. ഈ മൾട്ടിമീറ്ററിൽ നമുക്ക് ഓംസ് നോക്കിയാൽ എല്ലാം കിട്ടും. ഇത് ഓംസിലിട്ടു, ഇത് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്തു. ഇതിപ്പോൾ 6 ഓംസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സാറിൻ്റെ നിർത്തുന്നു. നമുക്കിതും കൂടെ വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാൻ പോവാം. മൂന്ന് ഓംസായി, ഒരു 3.7 ഉണ്ട്. ഇതും കൂടെ വേണേൽ കൊടുക്കാം. കാരണം ഇത് 3 ഓംസ് തൊട്ട് 8 ഓംസ് വരെ ഒരേപോലെയാണ്. ഒരേപോലെയാണ്. ഇതിപ്പോൾ ഇതും കൂടെ കൊടുത്താലും 3 ഓംസേ ആകുന്നുള്ളൂ, ഇതും കൂടെ പാരൽ ചെയ്താലും. അല്ലെങ്കിൽ ഇവനെ നമുക്കൊന്ന് സീരിയൽ ചെയ്ത് നോക്കാം. സീരിയൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് കൊടുക്കാം. അപ്പോൾ എത്ര ഓംസ് കാണിക്കും നോക്കാം. അപ്പോൾ 12 ഓംസായി. അത് കൂടിപ്പോയി, നമ്മുടെ അകത്ത് വന്നില്ല. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. പാരൽ ചെയ്ത് കൊടുക്കാം. പാരൽ ചെയ്യാം. നല്ല ക്ലോസ് ആയിട്ട് ആ സബ്വൂഫറൊക്കെ എടുക്കുക. ഇതൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുടെ വീട്ടിൽ കേടായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് പാട്ട് കേൾക്കാം. ഈ ആംപ്ലിഫയർ പോലും പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചൊരു ബ്ലൂടൂത്ത് അല്ല നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത്. മനസ്സിലായില്ലേ? മറ്റേ പോലെ ലൈറ്റൊന്നും ഇട്ട് ഒത്തിരി പുറത്തൊന്നും വെക്കേണ്ട കാര്യം പോലില്ല. അലമാരിക്കകത്തിരുന്നോളൂ. പിന്നെ ഓണാക്കി വെച്ചിട്ട് ബ്ലൂടൂത്താണ് നമുക്ക് ഓളിയും കൺട്രോൾ ചെയ്യാം, പാട്ട് ഇഷ്ടമുള്ളത് ഇടാം, എല്ലാം ചെയ്യാം. റിമോട്ട് കൺട്രോൾ പോലും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. TV സ്റ്റാൻഡിൻ്റെ അടിയിൽ എന്നായാലും മൊബൈൽ തന്നെ ഇരുന്നാൽ മതി. TV സ്റ്റാൻഡ് ഇതിൻ്റെ ഓംസ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സെൻട്രൽ സ്പീക്കറൂടെ കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ സെൻട്രൽ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. കാരണം 3.7 ഓംസ് കാണിക്കുന്നുണ്ട്. ഈ ആംപ്ലിഫയറിന് 3 ഓംസ് തൊട്ട് 8 ഓംസ് വരെയുള്ള ഏത് സ്പീക്കറും കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ 3 എണ്ണം പാരൽ ചെയ്തപ്പോൾ 3.7 ഓംസേ ആയിട്ടുള്ളൂ.
You can shake it anyway. Well, you can shake it anyway. Oh. Well, you can shake it anyway. Oh. Well, you can shake it anyway. ഇതൊന്നും യൂട്യൂബിൽ ഇടത്തുമില്ല. കോപ്പിറൈറ്റ് അടിക്കും അന്നേരം. ഒറിജിനൽ സൗണ്ട് ഇടത്തില്ല, അവിടെയാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഇട്ട ഇതിനെല്ലാം കോപ്പിറൈറ്റ് വരും. ആ പാട്ടിന് കോപ്പിറൈറ്റ് ഉണ്ട്. നമുക്കിതൊന്നും ഇടത്തില്ല. നമ്മൾ ഏകദേശമൊക്കെ ഒരു 10 സെക്കൻഡൊക്കെ കേൾപ്പിക്കത്തുള്ളൂ. അത് കൂടുതൽ ബാക്കി വേറെ ഓടി വരേണ്ടി വരും. അല്ല ഇതെല്ലാം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ പ്രോസസ്സിങ്ങും കഴിയുമ്പോൾ അവസാനം എഴുതി കാണിക്കും, ഒരു വെട്ടം കിടും, ബ്ലോക്ക് ചെയ്യും. നല്ല ബാസുള്ള ഒരു ചെറിയൊരു മ്യൂസിക് നമ്മൾ കമ്പോസ് ചെയ്തിട്ട് ആ അങ്ങനെ ചെയ്ത് അത് നിങ്ങളുടെ അത് എൻ്റെ ഒരെണ്ണമുണ്ട്. അതെനിക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട്. അതൊക്കെ അതിടും. പക്ഷെ അത് കേട്ട് കേട്ട് ആൾക്കാർ മടുത്തെന്ന് തോന്നുന്നു. ആ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. ആ അന്നാ പുള്ളിയോട് നല്ല 2-3 മ്യൂസിക് നമ്മുടേതായിട്ട് ചെയ്തു തരാൻ പറ. പൈസ കൊടുക്കാം പുള്ളിക്ക്, കുഴപ്പമൊന്നുമില്ല. ആ നമുക്ക് അല്ലാതെ ട്രാക്ക് പുള്ളിയുടെ നല്ല സ്റ്റൈലായിട്ട് ആ ക്വാളിറ്റിയിൽ ട്രാക്ക് മാറി കിട്ടുവാണെങ്കിൽ അതിന് പുള്ളിക്ക് കാശ് കൊടുക്കാന്നേ. പുള്ളി ഏതെങ്കിലും മ്യൂസിക് എടുത്തോട്ടെ, നമ്മുടേതായിട്ടൊരു തീമാക്കി ചെയ്ത് തന്നോട്ടെ. ആ തീം മ്യൂസിക്കായിട്ട് തന്നോട്ടെ. ഇത് പണ്ട് ഞാൻ തായ്ലൻഡിന് പോയപ്പോൾ മേടിച്ച മ്യൂസിക് ഇതൊക്കെ ഇടാം. അവിടെ റോഡ് സൈഡിൽ നിന്ന് അവരവിടെ എന്തോ ചെയ്തത്. ഇത് കോപ്പിറൈറ്റ് അടിക്കാം. ആ ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു സീഡി മേടിച്ചതാണ് അവിടുത്തെ പാട്ട് കേട്ടത്. അപ്പോൾ ഓക്കെ അല്ലേ? അത് ഫ്രണ്ട് നിന്നു. ഒരു ഫ്രണ്ട് തമ്പിടാനേ ഇതെല്ലാം കൂടെ വെച്ചൊരു ഫോട്ടോ എടുത്തു. ഞാൻ എന്തെല്ലാം ഗെയിമുകളാണ് കളിച്ചിരുന്നത്. കോളിക്സിന് ഇത് മാസം കൊണ്ട് സാറ് കണ്ടില്ല, സാറ് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല സാറിനെ. ഒരു 2 മുറി നിറച്ച് ഇത് കൂട്ട് പഴയ സിസ്റ്റംസ് ആയിരിക്കുന്നു. നന്നാക്കാൻ വേണ്ടി കൊണ്ടു തന്നിരിക്കുന്ന ഹാർമൻ ഗാർഡുണ്ട്, യമഹ ഉണ്ട്, സോണി ഉണ്ട്, കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത കമ്പനികളുണ്ട്, എല്ലാ സാധനമുണ്ട്. ഇത് നന്നാക്കി ഒരു സൈഡ് നന്നാക്കി വെച്ച് കഴിയുമ്പോൾ മറ്റേ സൈഡ് പൊടിഞ്ഞു പോകും. പറഞ്ഞ മനസ്സിലായിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആംപ്ലിഫയർ ഇത് കിട്ടിയപ്പോൾ ഇത് ഇങ്ങനെ ഉപയോഗിച്ചുകൂടാ. സ്പീക്കറാണല്ലോ പ്രധാന കാര്യം. ഈ ആംപ്ലിഫയറിൻ്റെ ബോർഡിന് മാത്രമേ കംപ്ലൈൻ്റ് ഉള്ളൂ. സ്പീക്കർ അങ്ങനെ കംപ്ലൈൻ്റ് ആവത്തില്ല, എത്ര വർഷം ഇരുന്നാലും ആകത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു JBLൻ്റെ ചെയ്യാൻ ഒരാൾ തന്നു. അത് ചെയ്തപ്പോൾ എനിക്ക് വളരെ സക്സസ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഇതും JBL ആണല്ലോ. അതുപോലെ തന്നെ സാംസങ് ഞാൻ ചെയ്തു. ഇപ്പോൾ ഒരു 2 സാംസങ്ങിൻ്റെ ആംപ്ലിഫയർ കൊടുത്തിട്ടുണ്ട്. 2 എണ്ണത്തിനെ ഒന്നാക്കി കൊടുക്കാൻ പറഞ്ഞാൽ ഇത് ഒരെണ്ണം വെച്ച് 2 സബ് വൂഫറും 2 സൗണ്ട് ബാറും അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്തു. ഇപ്പോൾ സാറാണേലും സാറ്റിസ്ഫൈഡ് ആണല്ലോ. റേഞ്ചിൽ ഇത്രയും സാധനം വർക്ക് ചെയ്തില്ല. നമ്മളൊരു യമഹായുടെ ആംപ്ലിഫയറൊക്കെ 75,000 രൂപ, 50,000 രൂപ, 1 ലക്ഷം രൂപ എന്നല്ലേ വരുന്നത്. ഞാനിടയ്ക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഇതിൻ്റെ എല്ലാം വില അറിയാം. ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് നമുക്കറിയാം. ഒരു 10 ട്രാൻസിസ്റ്ററും ഒരു ട്രാൻസ്ഫോമറും പിന്നെ ഒരു കൺട്രോളർ ബോർഡും 2-3 നോവും വെച്ചിട്ടാണ് ഈ 1 ലക്ഷം രൂപ മേടിക്കുന്നത്. പറഞ്ഞ മനസ്സിലായി. ആ സാധനം എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. പറഞ്ഞ മനസ്സിലായിട്ട്. ട്രാൻസ്ഫോമറിന് വരെ നല്ല ഒന്നാം തന്നെ 10 ആമ്പർ SMPS അതിനകത്ത് വെച്ചിരിക്കുന്നത്. 38 വോൾട്ട് SMPS വെച്ചിരിക്കുന്നത്. ഒരു കംപ്ലൈൻറ്റും വരില്ല. 90 to 290 ഒരേപോലെ വർക്ക് ചെയ്യും. ഏത് അമേരിക്കയിലും കൊണ്ടുപോകാം, ഏത് US കൊണ്ടുപോകാം, ഏത് ഗൾഫിലും കൊണ്ടുപോകാം.
കാനഡയിലും കൊണ്ടുപോകാം, ഉപയോഗിക്കാം. ആ ജപ്പാനിലും കൊണ്ടുപോകാം, കാരണം ജപ്പാനിൽ 110 അവിടെയും കൊണ്ടുപോകാം, പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റ് ആണ്, അതാണ് അതിൻ്റെ ഒരു ഡിമാൻഡ്. അപ്പോൾ നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും സന്തോഷം. അപ്പോൾ ഇത് ഊരി തന്നേക്കാം. അപ്പോൾ നീ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ട് പോലെ എൻസി കൊടുക്കുന്നത് എങ്ങനെയാണ്? JBL, നമ്മുടെ AS21 JBL വർക്ക് ചെയ്യുന്നു.